പലപ്പോഴും ഭക്തി എന്ന് പറയുന്നത് ഭാഗ്യമായ ചില അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണെന്ന് നാം തെറ്റിദ്ധരിക്കാറുണ്ട്. അല്ല, ഒരു വിശ്വാസിയുടെ ഉള്ളിലെ ഭക്തി പ്രകടമാകേണ്ടത് അവൻ തന്റെ ശരീരത്തോടും ജീവിതചര്യകളോടും കാണിക്കുന്ന ഉത്തരവാദിത്വത്തിലൂടെയാണ്. ദൈവം നമുക്ക് സൗജന്യമായി തന്ന ഈ ശരീരത്തെ അവഗണിക്കുന്നതും ശുചിത്വമില്ലാതെ സൂക്ഷിക്കുന്നതും ആ ദാനത്തെ നൽകിയ ദൈവത്തോടുള്ള അനാദരവാണ്. ദൈവവചനം ഇപ്രകാരം പറയുന്നു, റോമാലേഖനം 12:1, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ കൽപ്പനകൾ ഇതിന് വലിയൊരു ഉദാഹരണമാണ്. സീനായ് മലയിൽ വെച്ച് ജനത്തിന് മുൻപിൽ ദൈവം വെളിപ്പെടുവാൻ പോകുന്നതിന് മുൻപ് മോശയോട് ജനം തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാനും തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കി വെടിപ്പാക്കാനും കൽപ്പിച്ചു. കൂടാതെ പാളയത്തിലെ ശുചിത്വത്തെ കുറിച്ച്, ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് കഠിനമായ നിയമങ്ങൾ ദൈവം അവർക്ക് നൽകിയിരുന്നു. ബാഹ്യമായ അഴുക്കുകളോ രോഗങ്ങളോ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള പാളയത്തിൽ ഉണ്ടാകാൻ അവിടുന്ന് ആഗ്രഹിച്ചില്ല. ദൈവിക സാന്നിധ്യം വസിക്കുന്നതിന് എപ്പോഴും ശുദ്ധിയുള്ളതായിരിക്കണം. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമായതുകൊണ്ട് അതിനെ വെടിപ്പോടെ സൂക്ഷിക്കുന്നത് ഭക്തിയുടെ പ്രധാന ഭാഗമാണ്. ശുചിത്വം എന്നത് ദൈവഭക്തിക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ഗുണമാണ്. ദൈവം തന്ന ശരീരത്തെ വൃത്തിയായും ആരോഗ്യത്തോടെയും സൂക്ഷിക്കുന്നത് അവിടുത്തെ സൃഷ്ടിയെ നാം ബഹുമാനിക്കുന്നു എന്നതിന്റെ തെളിവാണ്. എന്റെ ഉപദേശം ഇതാണ്: ശുചിത്വവും ആരോഗ്യ സംരക്ഷണവും നിങ്ങളുടെ ഭക്തിയുടെ ഭാഗമാക്കി മാറ്റുക. ദിവസേനയുള്ള ശുചിത്വ ശീലങ്ങൾ പോഷകാഹാരവും ശരീരത്തിന് ആവശ്യമായ ശ്രദ്ധ നൽകുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വഴികളാണ്. മടിയോ അശ്രദ്ധയോ കൊണ്ട് ശരീരത്തെ രോഗങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. നാം നമ്മുടെ ശരീരത്തെ നന്നായി പരിപാലിക്കുമ്പോൾ അത് ദൈവത്തോടുള്ള നന്ദി പ്രകാശനമായി മാറുന്നു. ആത്മീയമായ വിശുദ്ധിയോടൊപ്പം ഭാഗ്യമായ ശുദ്ധിയും ആരോഗ്യവും നിലനിർത്തിക്കൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.